പ്രസ് സ്റ്റോപ്പുമായി ലിജോയാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് ലിജോ, എന്തെല്ലാമാണ് ഇന്നത്തെ പ്രസ് സ്റ്റോപ്പിലെ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഹർഷൻ. നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന വാർത്തകൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി. അതായത് ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് എല്ലാ പത്രങ്ങളിലെയും ഒന്നാം പേജിലും പിന്നീടുള്ള ഉൾപേജുകളിലും പ്രധാന വാർത്തകളായി ഉള്ളത്. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ പത്രങ്ങൾ എടുത്ത് നോക്കുമ്പോഴും കാണാൻ കഴിയുക. അതായത് മാധ്യമപത്രത്തിൻ്റെ ഒന്നാമത്തെ വാർത്ത യുദ്ധവ്യാപനം എന്നാണ്. ലെബനാനിലേക്കും ഇസ്രായേൽ അധിനിവേശം 31 പേർ മരിച്ചു എന്നുള്ള വാർത്തയും വലിയൊരു ചിത്രം കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയും. ഇറാൻ്റെ നദാൻസ് ആണവ നിലയത്തിന് നേരെയും ആക്രമണമുണ്ടായി. സൗദിയിൽ അരാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം. ചർച്ചയാകാമെന്ന് ട്രംപ്, ആക്രമണം തുടരുമെന്ന് നെതന്യാഹു, പകരം ചോദിക്കുമെന്ന് ഇറാൻ. അങ്ങനെ എന്തൊക്കെയാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് മാധ്യമം ഒന്നാം പേജിൽ ആ വാർത്ത ഇന്ന് നൽകിയിരിക്കുന്നത്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമിയും ആ വാർത്ത തന്നെ ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയാക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: പുകഞ്ഞ് പശ്ചിമേഷ്യ എന്നുള്ളതാണ്. യുദ്ധം പടരുന്നു. ലെബനനിൽ 31 മരണം, ഇറാനിൽ മരണം 555, ഒമാൻ തീരത്തെ കപ്പലാക്രമണത്തിൽ മരിച്ചവരിൽ ഇന്ത്യക്കാരനും. അങ്ങനെ വ്യത്യസ്തമായ വിവരങ്ങൾ ചേർത്തുകൊണ്ടാണ് മാതൃഭൂമി ഒന്നാം പേജിൽ ഈ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ പ്രാധാന്യത്തോടുകൂടി ഈ വാർത്തയ്ക്കൊപ്പം ഇന്നലെ കേരളത്തിലുള്ളൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി എല്ലാ പത്രങ്ങളിലും, ഞാനിപ്പോൾ കാണിച്ച 2 പത്രങ്ങളിലും അതോടൊപ്പം തന്നെ എടുത്തു വച്ചിരിക്കുന്ന മലയാള മനോരമയിലും ആ വാർത്തയുണ്ട്. അത് ശബരിമല യുവതീ പ്രവേശം വേണ്ട എന്നുള്ളതാണ്. നിലപാട് മാറ്റി ദേവസ്വം ബോർഡ്, സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകും എന്നുള്ളതാണ് ആ വാർത്ത. മലയാള മനോരമ ഇന്ന് ഒന്നാം പേജിൽ തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാധ്യമത്തിന് ആ വാർത്തയ്ക്ക് അവർ നൽകിയിരിക്കുന്ന ഹെഡ്ലൈൻ ഒടുവിൽ മലയിറങ്ങി ബോർഡ് എന്നുള്ളതാണ്. യുവതികൾ കയറേണ്ട എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് മാധ്യമത്തിൽ ആ വാർത്തയുള്ളത്. ആചാരം മുഖ്യമെന്ന് മാതൃഭൂമിയിലും ആ ഹെഡ്ലൈനിൽ ആ വാർത്ത നമുക്കിന്ന് കാണാൻ കഴിയും. അതാണ് മനോരമയിൽ ആ വാർത്ത അങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ജന്മഭൂമിയിൽ ആ വാർത്ത ഹെഡ്ലൈൻ ആയി നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പേടിയിൽ നിലപാട് മാറ്റി ദേവസ്വം ബോർഡ് എന്നുള്ളതാണ്. ശബരിമല യുവതി പ്രവേശനത്തിൽ നിലപാട് മാറ്റത്തിന് കാരണം തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജന്മഭൂമിയിൽ ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ കുറേ കാലങ്ങളായി മലയാള പത്രങ്ങളിൽ, ദിനപത്രങ്ങളിൽ എല്ലാ ദിവസവും തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. ഇന്ന് സുപ്രഭാതം പത്രത്തിലും ഒരു വാർത്തയുണ്ട്. അത് ആഗോള അയ്യപ്പ സംഗമം കണക്ക് കോടതി നോക്കും എന്നുള്ളതാണ്. 2025 ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ ഗ്ലോബൽ അയ്യപ്പ സംഗമത്തിൻ്റെ ഓഡിറ്റിങ്ങിൽ നേരിട്ട് ഇടപെട്ട് ഹൈക്കോടതി എന്നുള്ളതാണ് ആ വാർത്ത. അങ്ങനെ അത് സുപ്രഭാതം അങ്ങനെ ഒരു വാർത്ത കൂടി നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്ത നിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് വാർത്തകൾ, മിക്ക വാർത്തകളും ഉൾപേജുകളിലാണ് ഉള്ളത്. മാതൃഭൂമിയിൽ 5-ാം പേജിൽ രാഷ്ട്രീയമായി അല്ലെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരുമ്പോൾ മാതൃഭൂമിയുടെ 5-ാം പേജിൽ ഒരു വാർത്ത: വീണ ജോർജിനെ മത്സരിപ്പിക്കരുത്, ആവശ്യവുമായി ഭർത്താവ് ജോർജ് ജോസഫ് CPM-ന് മുന്നിൽ എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുതെന്ന ആവശ്യവുമായി ഭർത്താവ് ജോർജ് ജോസഫ് CPM-നെ സമീപിച്ചു. തിങ്കളാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടറി യോഗം ഈ വിഷയം ചർച്ച ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടൊരു 4 കോളം വാർത്ത ഇന്ന് മാതൃഭൂമിയുടെ ഉൾപേജിലുണ്ട് എന്നുള്ളതും ഒരു പ്രധാന വാർത്തയായി തന്നെ അവരത് നൽകിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന് അധിക സീറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് UDF-ലെ ഇപ്പോഴത്തെ ചർച്ച നടക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത മലയാള മനോരമയിലുണ്ട്. മുസ്ലിം ലീഗിന് അധിക സീറ്റില്ല. ആദ്യ പട്ടിക, അതായത് കോൺഗ്രസിൻ്റെ ആദ്യ പട്ടിക 60 പേരെ കളത്തിലിറക്കാൻ കോൺഗ്രസ് മത്സരിക്കുക 85 മുതൽ 90 സീറ്റുകളിൽ. തിരുവനന്തപുരം സീറ്റിനായി 3 പേർ രംഗത്ത്. ആരൊക്കെയായിരിക്കും 60 പേരുടെ പട്ടിക ആദ്യം തന്നെ വരും എന്നുള്ളതാണ് മലയാള മനോരമ ഇന്ന് 9-ാം പേജിൽ ഈ തെരഞ്ഞെടുപ്പ് വാർത്തയുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മംഗളം പത്രത്തിൽ 1-ാം പേജിലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു വാർത്തയുണ്ട്. പാർട്ടി പേര് വെട്ടി നീരസം മറയ്ക്കാതെ മണിയാശാൻ എന്നതാണ്. ഹൈറേഞ്ചിലെ CPM ഉരുക്കുകോട്ടയായ ഉടുമ്പൻചോലയിൽ മുൻ മന്ത്രിയും സിറ്റിംഗ് MLA-യുമായ MM മണിക്ക് ഇക്കുറി സീറ്റില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് മണിയുടെ പേര് ആണ് നിർദ്ദേശിച്ചെങ്കിലും KK ജയചന്ദ്രൻ ഉൾപ്പെടുത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പട്ടിക തിരുത്തി എന്നുള്ള വാർത്തയാണ്. അതിൽ മണിയാശാൻ നീരസം മറച്ചില്ല എന്നുള്ള വാർത്ത കൂടി വെച്ചുകൊണ്ടാണ് ഇന്ന് മംഗളം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിനി എഡിറ്റോറിയലുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാതൃഭൂമിയിൽ ഇന്നും യുദ്ധവുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ്. വിച്ഛിന്ന ലോകത്ത് കരുതലോടെ എന്നുള്ളതാണ്. ഇറാന് നേരെയുള്ള ആക്രമണത്തെ കേന്ദ്ര സർക്കാർ അപലപിക്കാത്തതിനെ പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ്. ഇറാന് നേരെയുള്ള ആക്രമണത്തെ കേന്ദ്ര സർക്കാർ അപലപിക്കാത്തതിനെ പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. ഇറാനുമായുള്ള ദീർഘകാല സൗഹൃദം വിസ്മരിച്ചുകൊണ്ടുള്ള സമീപനമാണിതെന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ മൂല്യങ്ങൾ ബലികഴിക്കുകയാണെന്നും പ്രധാനമന്ത്രി മോദിയുടെ വിദേശ
വിദേശ നയത്തിന് രാജ്യം കനത്ത വില നൽകുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ. എന്താണ് ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളോ അതിൽ ഇന്ത്യ ഏത് നിലപാട് സ്വീകരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് മാതൃഭൂമിയിൽ ഇന്ന് ആ എഡിറ്റോറിയൽ ഉള്ളത്. ദേശാഭിമാനിയിൽ എഡിറ്റോറിയൽ പേജിൽ ഉള്ള ഒരു ലേഖനം അത് വളരെ ശ്രദ്ധേയമാണ്. അത് എഴുതിയിരിക്കുന്നത് VB പരമേശ്വരനാണ്. കാലങ്ങളായി ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായിരുന്ന വളരെ സീനിയറായിട്ടുള്ള മാധ്യമപ്രവർത്തകനായ VB പരമേശ്വരനാണ് എഴുതിയിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ചാൽ പ്രാദേശിക യുദ്ധമായി മാറുമെന്ന് ഖമനൈ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇങ്ങനെ ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ അത് പ്രാദേശിക യുദ്ധമാകുമെന്ന് ഖമനൈ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയ്ക്ക് ഗൾഫിലുള്ള 19 സൈനിക താവളങ്ങൾ മാത്രമല്ല അമേരിക്കൻ സാമ്പത്തിക താല്പര്യങ്ങളെ ഹനിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി ഗൾഫ് രാഷ്ട്രങ്ങളെ അറിയിച്ചിരുന്നു. ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതുതന്നെയാണ് എന്ന കാര്യമാണ്. എന്താണ് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഖമനൈ കൊല്ലപ്പെട്ടതോടുകൂടി ഇറാൻ ഒരു പുതിയ നേതൃത്വം വരികയും ആ നേതൃത്വം കൂടുതൽ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് അമേരിക്കയുടെ സാമ്പത്തിക സ്രോതസ്സിനെ തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? അതോടൊപ്പം ഇന്നിപ്പോൾ കപ്പൽ ചാലടക്കം തടയുന്നതോടുകൂടി ലോകത്താകമാനം ഇന്ധനവില വർധനവടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ യുദ്ധം മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും തീരുമാനിച്ചതുപോലെ അല്ല ഈ യുദ്ധം മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് ആ ലേഖനത്തിൽ VB പരമേശ്വരൻ പറയുന്നത്. രണ്ട് എഡിറ്റോറിയൽ കൂടി നോക്കുകയാണെങ്കിൽ അതിലൊന്ന് സുപ്രഭാതം എഡിറ്റോറിയലാണ്. അത് NCERTയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കഴിഞ്ഞ ദിവസം NCERT പുസ്തകവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരു നിലപാട് സ്വീകരിച്ചു. NCERT ജുഡീഷ്യറി സ്വയം സംരക്ഷിച്ചാൽ മതിയോ എന്നുള്ളതാണ്. രണ്ട് പ്രശ്നങ്ങൾ കൂടി കോടതി പരിശോധിക്കേണ്ടിയിരുന്നു. ജുഡീഷ്യറിയിൽ അഴിമതി ഉണ്ടെന്ന ആരോപണത്തെ നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് ഒന്നാമത്തേത്. പാഠപുസ്തകങ്ങൾ നിരോധിക്കുന്നതിലൂടെ അതില്ലാതാക്കാൻ കഴിയില്ല. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ദേശീയ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ പേരിൽ NCERT നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ അസംബന്ധവും സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നതുമാണെന്ന വസ്തുതയാണ് രണ്ടാമത്തേത്. ഈ രണ്ട് കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിക്കാതെയാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചതെന്നുള്ളതാണ് സുപ്രഭാതം പത്രത്തിലെ എഡിറ്റോറിയലിൽ പറയുന്നത്. ദീപികയിലുള്ളത് ഈ പോരാളിക്കൊരു ബിഗ് സല്യൂട്ട് എന്നാണ്. അത് ആ പോരാളി എന്ന് പറയുന്നത് സഞ്ജു V സാംസണാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് വലിയ തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതിൽ അതിസമ്മർദ്ദമാണ് കളിക്കാരെ നശിപ്പിക്കുന്നത്. സഞ്ജു മനക്കരുത്ത് കൊണ്ടും തക്ക സമയത്ത് കിട്ടിയ നിർണായക പിന്തുണ കൊണ്ടും അതിനെ ഏതാണ്ട് അതിജീവിച്ചു. ആ മിടുക്കിന് ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദീപിക ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ എഡിറ്റോറിയലുകൾ നമുക്കിന്ന് പല പത്രങ്ങളിലും കാണാം. പക്ഷേ പ്രധാനമായും യുദ്ധവാർത്തകൾ തന്നെയാണ്. അതിൽ തന്നെ വ്യത്യസ്തമായ തലങ്ങൾ യുദ്ധവാർത്തയിൽ നമുക്ക് കാണാൻ കഴിയും. തിരികെ ഹർഷനിലേക്ക്. ലിജോയാണ് വിശദമായി പത്രങ്ങളിലൂടെ കടന്നുപോയത്. ഹലോ.